വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. ഇപ്പോൾ മിസൽനിയസിൻ്റെ ഒരു 6 ക്വസ്റ്റ്യൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ ലേറ്റായി. പിന്നെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു മെട്രിസസ് ആൻഡ് ഡിറ്റർമിൻ്റ് ചാപ്റ്റർ വീഡിയോ ഇടണമെന്ന്. അത് +2 എക്സാമിന് CBSE ആണോ കേരള സിലബസ് ആണോ, അത് എക്സാമിനുള്ളതാണോ അതോ എൻട്രൻസിൻ്റെ ആണോ എന്നൊന്ന് ക്ലിയറായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ആ വീഡിയോ ഇടുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ ലാസ്റ്റ് 30th ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ട്. 31 integral 1 to 4 plus x mod x minus 2 plus mod x minus 3. ഇങ്ങനെ മോഡലസ് വരുമ്പം ചിലപ്പോൾ പണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതായിട്ട് ചോദിച്ചിട്ടുണ്ട്. അന്ന് 6 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പം 5 മാർക്സ് ക്വസ്റ്റ്യൻ അങ്ങനെയാണല്ലോ. ഇതിൽ മോഡലസ് 1 ടേമായിട്ടും ചോദിക്കാം. 1 to 4 mod x minus 1 അല്ലെങ്കിൽ 1 to 4 mod x minus 2 അങ്ങനെ സിംഗിളായിട്ടും ചോദിക്കാം. ഇങ്ങനെ മോഡലസ് വരുമ്പോൾ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്ത് നോക്കാം. x minus 1 0, x is equal to 1. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 ലൈസ് ബിറ്റ്വീൻ 1 and 4 ചെക്ക് ചെയ്യണം. ഇവിടെ 1 എന്താണ്? ലോവർ ലിമിറ്റാണ് അല്ലേ? അപ്പോൾ 1 to 4 ബിറ്റ്വീൻ 1 and 4 x minus 1, suppose x is equal to 2, this is positive. So integral becomes 1 to 4 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ 1 ഇവിടെ ലോവർ ലിമിറ്റ് തന്നെയാണ് അല്ലേ? ആ 1 to 4 എക്സ് മൈനസ് 1 പോസിറ്റീവാണ്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ എങ്ങനെ എഴുതണം? മോഡ് എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1. നമുക്കിതിൽ സ്പ്ലിറ്റ് ചെയ്യണ്ട, കാരണം ആ കിട്ടിയ വാല്യൂ ലോവർ ലിമിറ്റ് ആയതുകൊണ്ട്. ഇനി ഈ സെക്കൻഡ് കേസ് നോക്കാം. എക്സ് മൈനസ് 2 0 ആണെങ്കിലോ എക്സ് ഇസ് ഈക്വൽ ടു 2. 2 ലൈസ് ബിറ്റ്വീൻ 1 and 4. നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുക. 1 4 x is equal to 2. Here 2, here lower limit to 2. Between 1 and 2 x minus 2. Suppose x is equal to 1.5. 1.5 minus 2 എന്താ? നെഗറ്റീവ് അല്ലേ? Absolute value of negative minus of that number. So minus of x minus 2, that is 2 minus 6. Between 2 and 4 x minus 2 positive. So absolute value is x minus 2 plus x minus 3 0. X is equal to 3. So 3 lies between 1 and 4. Between 1 and 3 x minus 3 is negative. Minus of x minus 3, that is 3 minus x. Here x minus 3. Between 3 and 4 x minus 3 positive. X square by 2 minus x within the limit 1 to 4. 2x minus x square by 2 within the limit 1 to 2. Plus x square by 2 minus 2x 2 to 4. Plus 3x minus x square by 2 1 to 3. X square by 2 minus 3x 3 to 4. First upper limit. 4 square 16, 16 by 2 8 minus 4 minus 1 by 2 minus 1 plus 2 into 2 4, 4 by 2 2 minus 2 minus 1 by 2 plus 4 square 16, 16 by 2 8, 2 into 4 8, 4 by 2 2, 2 into 2 4 plus 3 into 3 9 minus 9 by 2 minus 3 minus 1 by 2. 8
-12 minus 9/2. ഇതൊരിക്കൽ ബോർഡിന് CBSEക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 8 - 4 4. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/2 പ്ലസ് 2 മൈനസ് 3/2 0. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2. 2 × 9 18 മൈനസ് 9 പോസിറ്റീവ് 9/2 മൈനസ് 5/2. 8 - 12 മൈനസ് 4 മൈനസ് 9/2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 + 2 മൈനസ് 4 ക്യാൻസൽ 4 1 + 9 10 10 + 9 19 19 - 3 16 16 - 5 11. 2 × 4 8 + 11 19/2. Question number 32. 1 2 3. Here linear factor is repeating. X square 1/x² into x plus 1. A/x, B/x², C/x plus 1. 1 is equal to, multiplying each term by this. A into x plus 1, B into x plus 1, C into x². Put x is equal to 0, we get 1 is equal to B into 1. Put x is equal to -1. 1 is equal to C into -1 square. Equating x². Coefficient of x². 0. Ax² plus cx². C is equal to 1. So A is equal to -1. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A -1 B1 C1. B is equal to 1, C is equal to 1, dx. 1 2 3. Minus log x within the limit 1 to 3. 1/x². നമുക്ക് എങ്ങനെ എഴുതാം? x raised to -2. x raised to n ഫോം ആയി അല്ലേ? x raised to n plus 1/n plus 1. x raised to -1/-1. That is -1/x within the limit 1 to 3. Log x plus 1 within the limit 1 to 3. First upper limit log 3, log 1 0, minus 1/3 minus 1, log 3 plus 1 4, log 2, minus log 3, minus 2/3 minus into minus plus, log a minus log b, log a by b. Here log a minus log b, log a b. So answer is 2/3 plus log 2/3. Prove that ആയിരുന്നല്ലോ. Integral 0 to 1 x e raised to x. Third question. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഇത് ഓർഡറിൽ തന്നെയാണ് അല്ലേ? ആൾജിബ്രൈക് ടേം കഴിഞ്ഞിട്ടാണ് ഇ റൈസ് ടു എക്സ്. ഐലേറ്റ് റൂളാണ്. ഐ ഇൻവേഴ്സ് ട്രിഗണോമെട്രി സൈൻ ഇൻവേഴ്സ് എക്സ്. ഈ ഒരു ഓർഡറിൽ വേണം നമുക്ക് ഫസ്റ്റ് ടേം. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മളതെങ്ങനെ എഴുതണം? സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ്
ഐ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, എൽ ലോഗരിതമിക്, ലോഗ് എക്സ്, ലോഗ് 2x അങ്ങനെ. എ ആൾജിബ്രൈക് ടേം എക്സ് സ്ക്വയർ ടി സൈൻ എക്സ് കോസ് എക്സ്, ഇൻവേഴ്സ് അല്ലാത്ത ട്രിഗണോമെട്രി സൈൻ 2x കോസ് 2x അങ്ങനെ. ഈ എക്സ്പൊണൻഷ്യൽ ഇ റൈസ് ടു എക്സ്, ഇ റൈസ് ടു 2x നമ്മൾ ഈ ഒരു ഓർഡറിൽ വേണം. ഇപ്പോൾ ഓർഡറിൽ തന്നെയാണ് അല്ലേ. ആൾജിബ്രൈക് ടേം കഴിഞ്ഞിട്ടാണ് എക്സ്പൊണൻഷ്യൽ എക്സ് ഇ റൈസ് ടു എക്സ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ദിസ് ഈസ് ഫസ്റ്റ്, ദിസ് ഈസ് സെക്കൻഡ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഈ ഡി എക്സ് ഈ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇ റൈസ് ടു എക്സ്. വൺ ഇൻറ്റു ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇപ്പം ലിമിറ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. എക്സ് ഇൻറ്റു ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എക്സ് ഇ റൈസ് ടു എക്സ് ഫസ്റ്റ് അപ്പർ ലിമിറ്റ് 1 ഇൻറ്റു ഇ മൈനസ് 0 ഇൻറ്റു എനി നമ്പർ 0 ഇ റൈസ് ടു എക്സ് 0 to 1 ഇ മൈനസ് ഇ റൈസ് ടു 0 1 ഇ മൈനസ് ഇ പ്ലസ് 1. minus 1 to 1. So, fourth question. X raised to 17 ഇങ്ങനെ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് വരുന്ന കേസിൽ നമ്മൾ 0 ആകുന്നത് എപ്പോഴാണ്? എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഓഡ് ഫങ്ഷൻ. എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ്. ഇതാണ് ഓഡ് ഫങ്ഷൻ. എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് എക്സ് ആണെങ്കിൽ എന്ത് വരും? ഓഡ്. ഇനി ഫങ്ഷൻ്റെ കേസിൽ ഓഡ് ഇൻറ്റു ഓഡ് ഈവനാണ് വരുന്നത്. പക്ഷെ ഓഡ് ഇൻറ്റു ഈവൻ ആണെങ്കിൽ ഫങ്ഷൻ്റെ കേസിൽ എന്ത് വരും? ഓഡ് ഫങ്ഷൻ വരും. കോസ് റൈസ് ടു 4 നമുക്കറിയാം. കോസ് മൈനസ് എക്സ് എന്താ? പോസിറ്റീവ് കോസ് എക്സ്. ഇത് ഈവനാണ്. ദിസ് ഈസ് മൈനസ് 1 റൈസ് ടു മൈനസ് എക്സ് റൈസ് ടു 17 മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു 17. ദറ്റ് ഈസ് ഓഡ് ഫങ്ഷൻ. സോ ഓഡ് ഇൻറ്റു ഈവൻ എന്ത് ഫങ്ഷൻ കിട്ടും? ഫങ്ഷൻ്റെ കേസിൽ നമ്പറല്ല, ഇന്ന ഫങ്ഷൻ. odd into odd function into even function is always odd function. So this is an odd function. Odd function means f of minus x is equal to minus fx. Minus a to a f of x dx is equal to 0 when fx is odd. This is fx. In this case fx is odd. So answer is 0. 1 mark ആയിട്ടൊക്കെ ചോദിക്കാം. Integral 0 to pi by 2 sin cube x. Sin cube x നമുക്ക് ഡയറക്റ്റ് ഒന്നുമില്ല. 3 sin x മൈനസ് sin 3x ബൈ 4. നിങ്ങൾ നോട്ട് ചെയ്തോ കേട്ടോ. cos cube x ആണെങ്കിൽ 3 cos x പ്ലസ് cos 3x ബൈ 4. സൈൻ ക്യൂബ് എക്സ് ആണെങ്കിൽ 3 sin x മൈനസ് sin 3x ഇവിടെ വരുന്ന ആംഗിളിൻ്റെ 3 ടൈംസ് ബൈ 4. കോസ് ക്യൂബ് എക്സ് ആണെങ്കിൽ 3 cos x പ്ലസ് cos 3x ബൈ 4. 0 to pi by 2 sin ക്യൂബ് എക്സ് 3 sin x
മൈനസ് സൈൻ 3x ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇവിടെ സൈൻ ക്യൂബ് 2x ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 3 സൈൻ 2x മൈനസ് സൈൻ 6x ഡിവൈഡഡ് ബൈ 4. ഈ ആംഗിൾ മാത്രം അതിനനുസരിച്ച് മാറും. ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ 2x വരും, 6x വരും. 1/4 ഇൻറ്റു വിതിൻ ദ ബ്രാക്കറ്റ് മൈനസ് 3 cos x. ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് cos 3x/3 within the limit 0 to π/2. 1/4 into cos 90 0. 3 into 90 270. Cos 270 is also 0. Cos 0 1. Minus 9 plus 1. Minus 8/3 minus into minus plus. 2/3. Integral 0 to π/4 2 tan cube x dx. 2 tan cube x dx. Tan cube x, tan square x into tan x dx. Zero to π/4. Tan squared x can be written as c squared x minus c squared a minus tan squared a 1. So tan squared x is equal to c square x minus 1. Bracket open, we get c squared x tan x dx minus 2 into 0 to π/4 tan x dx. For first integral, put tan x is equal to t. നമ്മൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം tan xന് t കൊടുക്കുക. പിന്നെ ഇവിടെ ഇൻ്റഗ്രൽ tan x നമുക്കറിയാം log sec x അല്ലേ. c squared x dx becomes dt. നമുക്ക് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ലിമിറ്റ് മാറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് tക്ക് tan x കൊടുക്കണ്ട. tan 0 0. When x is equal to 0, t is equal to 0. Tan π/4 1 t dt minus 2 into log sec x within the limit 0 to π/4. t square by 2 within the limit 0 to 1. നമുക്കിവിടെ ലിമിറ്റ് മാറ്റി. When x is equal to 0, t is equal to 0. When x is equal to π/4, t is equal to tan 45 1. Tan x becomes t. c squared x dx dt. 2 log integral tan x log sec x minus 2 into sec π/4 root 2. Sec 0 1 log 1 0. 2 cancel. Replace t by 1. Upper limit 1. 1 square 1. 1 minus 0. 2 into root 2 can be written as 2 raised to half. നമുക്ക് അല്ലെങ്കിൽ m log xനെ നമുക്ക് log x raised to m root 2 square 2 അങ്ങനെ എഴുതാം. log x raised to m log x 2 into 1/2 log 2. Integral 0 to 1 sin inverse x dx. Seventh question. ഇതിൽ question number 37. 0 to 1 sin inverse x dx. നമുക്ക് ഇൻ്റഗ്രേഷൻ sin inverse x ഡയറക്റ്റായിട്ട് ഇല്ല. 0 to 1 ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിന് നമുക്കറിയാം 2 ടേംസ് വേണം അല്ലേ. sin inverse x ഇൻറ്റു 1 എന്നെടുക്കുക. ഐലേറ്റ് റൂൾ ഐ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫസ്റ്റ്. 1 എന്ന് പറയുമ്പോൾ x raised to 0 ആൾജിബ്രിക് ടേം ആയിട്ട് എടുക്കുക. അത് സെക്കൻഡ്.
ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 to 1 മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 1 by root of 1 minus x square integral 1 x. Here sin inverse 1 pi by 2 into 1 sin inverse 0 0. To evaluate this integral, put 1 minus x squared is equal to 0. Sorry, t. One minus x square is equal to t. Minus 2x dx is equal to dt. When x is equal to 0, t is equal to 1. When x is equal to 1, t is equal to 0. That is pi by 2 minus x dx is equal to minus 1 by 2. That is plus 1 by 2 into 1 to 0. 1 by root t. 1 by root t എന്ന് പറഞ്ഞാൽ എന്താ? t raised to half. 1 by root t എന്ന് പറഞ്ഞാൽ t raised to minus half. t raised to minus half. x raised to n plus 1 by n plus 1. t raised to half by half 1 to 0. Pi by 2 1 by 2 1 by 2 cancel. 1 raised to any number 1. So answer is pi by 2 minus. Next question option is MCQ. Question number 8. 38. dx by e raised to x plus e raised to minus x dx. E raised to minus x നമുക്ക് എങ്ങനെ എഴുതാം? 1 by e raised to x. Taking LCM, e raised to x the whole square plus 1 by e raised to x. e raised to x goes to numerator. e raised to x is equal to t. e raised to x dx is equal to dt. Integral becomes 1 by e raised to x dx dt ആയിട്ട് മാറും. 1 by 1 plus t square. Tan inverse t. Replace t by e raised to x. Option A. Number 9. Question number 39. Integral cos 2x by sin x plus cos x the whole square. Cos 2x ന് അറിയാൻ 4 ഫോർമുല ഉണ്ട്. ഒന്ന് cos squared x minus sin squared x, 2 cos squared x minus 1, അല്ലെങ്കിൽ 1 minus 2 sin squared x, പിന്നെ ടാനിലുണ്ട് അല്ലേ 1 minus tan square by 1 plus tan square. ഇവിടെ നമുക്ക് സൈനും കോസുകളുണ്ട്. കോസിലുള്ള ഫോർമുല അപ്ലൈ ചെയ്യും. cos squared x minus sin square x. a square minus b square 4. a plus b into a minus b. Whole divided by sin x plus cos x the whole square. One term cancel. Sin x ഡെറിവേറ്റീവ് എന്താ? cos x. cos x minus sin x. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ലോഗ് ഡിനോമിനേറ്റർ പ്ലസ് സി. ഒരു ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്തു. ഇൻ്റഗ്രൽ f dash x by f of x
ഈ ഒരു ഫോമാണെങ്കിൽ നമുക്ക് ഉടനെ എന്ത് എഴുതാം? ലോഗ് മോഡ് fx പ്ലസ് സി. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം എങ്കിൽ നമുക്ക് എന്തെഴുതാം? ലോഗ് ഡിനോമിനേറ്റർ പ്ലസ് സി. ഇതിൽ ഓപ്ഷൻ ബി. f of a plus b minus x is equal to fx. Integral a to b x fx. നമുക്ക് ഇതിന് ഐ എന്ന് പേര് കൊടുക്കാം. ഇൻ്റഗ്രൽ എ ടു ബി. ഇൻ്റഗ്രൽ എ ടു ബി എന്ന് വരുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി ദിസ് ഈസ് ഓൾസോ ഐ. a plus b replace x by this plus this minus x. f of a plus b minus x. a plus b minus x. f of a plus b minus x നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? fx. Bracket open, we get integral a to b a plus b into f of x dx minus integral a to b x into f of x. Integral a to b x into f of x എന്താ? ഐ തന്നെയാണ് അല്ലേ? ആ മൈനസ് ഐ ലെഫ്റ്റ് ചെയ്യുമ്പോൾ 2y ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എ പ്ലസ് ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. എ പ്ലസ് ബി ഔട്ട് സൈഡ് എടുക്കാം, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. സോ ഐ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a f of x dx. Option 0 to a അല്ല, a to b. Integral a to b f of x dx. ഇതിൽ ഓപ്ഷൻ ഡി. പിന്നെ മിസ്സൽനിയസ് തീർന്നു, കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു മെട്രിസസ് അൺഡിറ്റർമിൻഡ് അത് എക്സാമിന് ആനുവൽ എക്സാമിനുള്ളതാണോ അത് എൻട്രൻസിൻ്റെ ആണോ എന്നൊന്ന് ക്ലിയറായിട്ട് ആ കുട്ടി ഇത് കാണുകയാണെങ്കിൽ ക്ലിയറായിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.